ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ വണ്ടിയുടെ ഹെഡിൻ്റെ വൈസറും ഇതൊക്കെ അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഇതാണ് ഇതിൻ്റെ ബസർ വരുന്നത്, ഇതാണ് അതിൻ്റെ ഫ്ലാഷർ വരുന്നത്. അപ്പോൾ നമുക്ക് ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യണത് ഇതിന്നുള്ള സപ്ലൈ പോയിട്ടാണ്. അതായത് നമ്മൾ ഈ സംഭവം ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് സിമ്പിളാണ്. ജസ്റ്റ് ഈ ഒരു കപ്ലർ ഇങ്ങനെ നമ്മൾ പിടിച്ചെടുത്താൽ മതി. ഇപ്പോൾ കപ്ലർ ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന്മേ നമ്മൾ ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ പഴയ ബസർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് വലിച്ചാൽ പോരും, കാരണം അത് കുറേ കാലമായിട്ട് അതിൻ്റെ ഇതൊക്കെ വിട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മളുടെ ബസർ വരുന്നത്. ഇതിനാകെ 40 രൂപയാണ് ചിലവ് വരുന്നുള്ളൂ. ഇത് നമ്മൾ ജസ്റ്റ് ഇതാ ഈ സംഭവത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇട്ടിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുക്കുക. അത് കൂടുതൽ ആളതിൽ ഫിക്സ് ആയിരുന്നോളും. നമ്മൾ പുതിയ ബസർ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അടുത്തതായി നമ്മളെ കപ്ലർ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് സിമ്പിളായിട്ടുള്ള പരിപാടി തന്നെയാണ്. ഇങ്ങനെ ഒരു എൽ ഷേപ്പാണ്. ജസ്റ്റ് ഇതാ നമ്മൾ ഊരിയ പോലെ തന്നെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ മാക്സിമം ഇതാക്കുക, പൊട്ടാതെ നോക്കണം. നമ്മൾ ഓവറായിട്ട് തള്ളി കഴിഞ്ഞാൽ പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ കപ്ലർ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത നമ്മളെ ഇൻഡിക്കേറ്റർ വർക്കിംഗ് ആണോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യണം. ചാവി ഓണാക്കുക. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡ് കിട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇത് വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് അതിൻ്റെ സൗണ്ട് കേട്ടാൽ അറിയാം. അതുപോലെ നമ്മൾ ലെഫ്റ്റ് കൂടുകയാണ്. ഓക്കെ, ഇത് വർക്കിംഗ് ആണ്. അടുത്തതായി ഇത് നമ്മൾ തിരിച്ച് തന്നെ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്.